അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, മഹാനായ ഖിളർ നബി അലൈഹിസ്സലാമും ഇല്യാസ് നബി അലൈഹിസ്സലാമും ഓരോ വർഷവും ഹജ്ജിന് വരുമത്രേ. അങ്ങനെ ഹജ്ജിന് വന്ന് ഹറമിൽ വെച്ച് അവർ കണ്ടുമുട്ടി പിരിഞ്ഞു പോകുമ്പോൾ ഒരു ദിക്റും അവർ ചൊല്ലാറുണ്ടത്രേ. ഇത് പ്രസംഗിച്ചത് ആരാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സിംസാറുൽ ഹഖ് ഹുദവി സംസാരിച്ച ഒരു സംസാരമാണിത്. അദ്ദേഹത്തിൻ്റെ ഈ സംസാരം സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വസ്തുതയും പലരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണെങ്കിലും ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ സംസാരം ഒന്ന് കേൾക്കാം. എല്ലാ വർഷത്തെയും ഹജ്ജിന് ഖിളർ നബിയും ഇല്യാസ് നബിയും സംബന്ധിക്കുമെന്നാണ്. എൻ്റെ രസമല്ല, ഹജ്ജ് കഴിഞ്ഞാൽ മുടി മുറിക്കുകയോ എടുക്കുകയോ ചെയ്യുന്ന സുന്നത്തുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക്, ഖിളർ നബി ഇല്യാസ് നബിക്കും ഇല്യാസ് നബി ഖിളർ നബിക്കും തലമുടി എടുത്തു കൊടുക്കും. അങ്ങനെ തലമുണ്ഡനം ചെയ്തു കൊടുക്കും ഒരാൾ മറ്റേയാൾക്ക്. അങ്ങനെ രണ്ടുപേരും ഹജ്ജിന് വന്ന് പിരിയലാണ്. വയതഫറഖാൻ, അവർ പിരിയുമ്പോൾ ഇങ്ങനെയാണ് പറയാറുള്ളത്. ഇത് ഇമാം മുസക്കി എന്നവരുടെ ജുസ്ഇൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസാണ്. രണ്ടുപേരും പിരിയുമ്പോൾ, ഇനി അടുത്ത കൊല്ലേ കാണുള്ളൂ, ഇല്യാസ് നബിയും ഖിളർ നബിയും, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്. ഇതൊരു പ്രത്യേകമായ ദിക്റാണ്, ഒന്ന് പഠിച്ചു വെക്കുക. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ് മാഷാ അല്ലാഹ് ലാ യദ്ഫഉ ശർറ ഇല്ലല്ലാഹ് മാഷാ അല്ലാഹ് മാ കാന മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും പിരിയാറുള്ളത്. ആര്? ഓരോ വർഷത്തെയും മൗസിമുൽ ഹജ്ജിൽ, ഹജ്ജിന്റെ സമയമായാൽ പറഞ്ഞ ഏകദേശം ഹജ്ജ് 7-8 മുതൽ ഈ മഹാന്മാർ അവിടെ ഉണ്ടാവുന്നതാണ്, ഹറമിൽ ഉണ്ടാവുന്നതാണ്. അറിയാൻ പറ്റൂല, ചില ആളുകൾക്ക്, മഹത്തുക്കളായ ആളുകൾക്ക് അള്ളാഹു ഒരു ഇൽഹാം കൊടുത്താൽ അറിയും ഇത് ഇന്ന ആളുകളാണെന്ന്. അപ്പോൾ ഓരോ വർഷവും ഹജ്ജ് കഴിഞ്ഞാൽ ഈ ദിക്ർ പറഞ്ഞുകൊണ്ടാണ് അവർ പിരിയാറുള്ളത്. ഈ മഹാന്മാർ ഹറമിലുണ്ടാകും എന്നാണ് സിംസാറുൽ ഹഖ് ഹുദവി സംസാരിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഉണ്ടാവുമോ? ഖിളർ നബി അലൈഹി സ്വലാമും ഇല്യാസ് നബി അലൈഹി സ്വലാമും ഓരോ വർഷവും ഹജ്ജിന് വരുമോ? എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? അതറിയാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അതാണ്. അതുകൊണ്ട് ഈ സംസാരം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രവിക്കണം. ഇതൊരു ഇൽമിയായ ചർച്ചയാണ്. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഈ കാണുന്നത് ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രമുഖ പണ്ഡിതനായ ഇമാം സുയൂത്തിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കിതാബാണ്. ആ കിതാബിൻ്റെ പേര് അൽ-ലആലിഉൽ മസ്നൂഅ ഫിൽ അഹാദീസിൽ മൗദൂഅ എന്നാണ്. അതായത് വ്യാജ ഹദീസുകളെ സംബന്ധിച്ച് ഇമാം സുയൂത്തി എഴുതിയ ഗ്രന്ഥമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഗ്രന്ഥത്തിലെ 1-ാം വാള്യം 153-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. സിംസാറുൽ ഹഖ് ഹുദവി ഉദ്ധരിച്ച ഈ സംഭവം, ഈ ഹദീസ് ഇമാം സുയൂത്തി ഈ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട്. യൽതഖിൽ ഖദിറു വ ഇല്യാസു കുല്ല ആമിൻ. ഇല്യാസ് നബിയും ഖദിർ അലൈഹിസ്സലാം, അതല്ലെങ്കിൽ ഖിളർ നബി അലൈഹിസ്സലാം, രണ്ടുപേരും ഓരോ വർഷവും ഹജ്ജിന്റെ അവസരത്തിൽ കണ്ടുമുട്ടുന്നു എന്ന് പറയുന്ന ഈ ദിക്ർ, എന്നിട്ട് പറയുന്ന ഈ ഹദീസും, അതിനുശേഷം അവർ ദിക്ർ ചൊല്ലി പിരിയുന്നു പറഞ്ഞല്ലോ, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ സംഭവം കൊണ്ടുവന്നതിന് ശേഷം ഇമാം സുയൂത്തി പറയുന്ന കാര്യം നിങ്ങൾ ഇനി അടിവരയിട്ടുകൊണ്ട് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. വാഹിൻ, ഇത് വളരെ ദുർബലമായ ഒരു റിപ്പോർട്ടാണ്. തഫറദ ബിഹി അൽ ഹസനു വഹുവ മജ്ഹൂൽ. അൽ ഹസൻ എന്ന് പറയുന്ന ഒരു റാവിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹം അറിയപ്പെടാത്ത വ്യക്തിയാണ്, മജ്ഹൂലാൻ. വഹദീസുൻ ഗൈറു മഹ്ഫൂദിൻ, ഇത് ഷാദായ ഹദീസിന്റെ ഗണത്തിൽ അല്ലെങ്കിൽ ഹദീസിന്റെ കാറ്റഗറിയിൽ ഷാദായ അസ്വീകാര്യമായ ഒരു റിപ്പോർട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഖുൽതു, ഞാൻ പറയട്ടെ, അഖ്റജഹു ഇബ്നു അദിയിൻ. ഇബ്നു അദി അദ്ദേഹത്തിന്റെ അൽ കാമിൽ ഫിൽ ദുഅഫാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. വഖാല ഹാദൽ ഹദീസു ബിഹാദൽ ഇസ്നാദി മുൻകറുൻ. ആ ഹദീസ് രേഖപ്പെടുത്തിയ ഉടനെ തന്നെ ഇബ്നു അദി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഈ ഹദീസ് മുൻകറാണ്, അസ്വീകാര്യമായ റിപ്പോർട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, അസ്വീകാര്യമായ, മുൻകറായ മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാജ ഹദീസുകളുടെ കിതാബുകളിൽ കൊണ്ടുവന്ന ഒരു റിപ്പോർട്ടാണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്? സിംസാറുൽ ഹഖ് ഹുദവി കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല അതേ കിതാബിൽ തന്നെ താഴെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും,
ഇമാം സുയൂത്തി പറയാണ് വഖാല അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ, ഇബ്നു ഹജർ റഹിമഹുല്ലാ ഷാഫിഈ മദ്ഹബുകാർക്ക് തള്ളാൻ കഴിയാത്ത വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്, ഷാഫിഈ മദ്ഹബുകാരനാണ് അദ്ദേഹം. ഫിൽ ഇസാബ വഖാല അൽ ഹാഫിദ് ഇബ്നു ഹജർ ഫിൽ ഇസാബത്തി, അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇസാബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജാഅ മിൻ ഗൈരി ത്വരീഖിൻ അൽ ഹസൻ, അൽ ഹസൻ എന്ന് പറയുന്ന റാവി കൂടാതെ തന്നെ വേറെ റിപ്പോർട്ടുകളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ലാക്കിൻ മിൻ വജ്ഹിൻ വാഹിൻ ജിദ്ദൻ, അതൊക്കെ അങ്ങേയറ്റം വളരെ ദുർബലമാണ്. ആരാ പറയുന്നത്? അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലയാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ടാണോ ജനങ്ങൾക്ക് മുമ്പിൽ വഅദ് പറയേണ്ടത്? ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. ഇനിയും ഈ ഹദീസിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇമാം സഖാവി ഷാഫിഈ മദ്ഹബുകാർക്ക് തള്ളാൻ കഴിയാത്ത ഷാഫിഈ മദ്ഹബുകാരനായ, അതേപോലെ ഹദീസ് പണ്ഡിതനാണ്, മുഹദ്ദിസാണ്, ചരിത്രകാരനാണ്, മാത്രമല്ല ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ ശിഷ്യനാണ്, പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളാണ് ഇമാം ഷംസുദ്ദീൻ അസ്-സഖാവി റഹിമഹുല്ല. അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 902 അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് നിങ്ങൾ ഈ കാണുന്നത്, അൽ മഖാസിദുൽ ഹസന ഫി ബയാനി കസീർ മിനൽ അഹാദീസിൽ മുസ്തഹിറ അലൽ അൽസിന. അതായത് ഈ ഗ്രന്ഥം തന്നെ എന്തിനാണ് രചിക്കുന്നത്? ജനങ്ങളുടെ നാവിലൂടെ പ്രസിദ്ധിയാർജിച്ച പല ഹദീസുകളുമുണ്ട്, പക്ഷെ അതൊന്നും സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളല്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന അൽ മഖാസിദുൽ ഹസന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരു ബാബ് തന്നെ കാണാം, ഇജ്തിമാഉൽ ഖളിരി വ ഇല്യാസ അലൈഹിമസ്സലാം കുല്ല ആമിൻ ഫിൽ മൗസിം. ഹജ്ജിന്റെ സീസണിൽ ഖിളിർ അലൈഹിസ്സലാമും അതേപോലെ തന്നെ ഇല്യാസ് നബി അലൈഹിസ്സലാമും കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ബാബിൽ അദ്ദേഹം ഈ ഹദീസിന്റെ സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹം പറയാണ്. വഹുവ മുൻകറും മിനൽ വജ്ഹൈനി, രണ്ട് പരമ്പരയുണ്ട് ഈ ഹദീസിന്, രണ്ടും അസ്വീകാര്യമായ പരമ്പരയാണ്. വഥാനിഹിമ അശദ്ദു വഹാഅൻ, രണ്ടാമത്തെ പരമ്പരയുടെ കാര്യം തീരെ പറയാനില്ല, അത് അങ്ങേയറ്റം ദുർബലമാണ്. ഇലാ ഗൈരി ദാലിക മിമ്മാ ഹുവ ദഈഫുൻ കുല്ലു, മാത്രമല്ല ഇതല്ലാത്ത പരമ്പരയുണ്ട്. സിംസാറുൽ ഹഖൂദവി ഏത് പരമ്പര ഉദ്ധരിച്ചാലും മുഴുവൻ പരമ്പരയും ദുർബലമാണ്. മർഫൂഉഹു വഗൈറുഹു, അത് നബിയിലേക്ക് ചേർത്തപ്പെട്ടതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും എല്ലാം ദുർബലമാണ് എന്ന് മാത്രമല്ല, ഇമാം സഖാവി റഹിമഹുല്ലാ അവസാനം ഇങ്ങനെ പറയാണ്, വഔദ ശൈഖുനാ റഹിമഹുല്ലാ ഫിൽ ഇസാബത്തി ലഹു അക്തറ ബൽ ലാ യസ്ബുതു മിൻഹു ഷൈഉൻ. അതായത് നമ്മുടെ ഷെയ്ഖായ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇസാബ എന്ന ഗ്രന്ഥത്തിൽ ഇതിന്റെ ധാരാളം വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ബൽ ലാ യസ്ബുതു മിൻഹു ഷൈഉൻ, അതിൽ നിന്ന് ഒന്നും തന്നെ സ്ഥിരപ്പെട്ടതല്ല. അപ്പൊ പണ്ഡിതന്മാർ മുൻകറാണ്, അതേപോലെ വളരെ ദുർബലമാണ്, വ്യാജ റിപ്പോർട്ടുകളിൽപ്പെട്ടതാണ് എന്നൊക്കെ വിധി പറഞ്ഞ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടാണ് ആര് സംസാരിക്കുന്നത്? സിംസാറുൽ ഹഖൂദവി സംസാരിക്കുന്നത്. ഇങ്ങനെയുണ്ട് കുറെ പ്രഭാഷകന്മാർ. സിംസാറുൽ ഹഖൂദവി ഉസ്താദിനോട് എനിക്ക് പ്രത്യേകമായ വിരോധം ഉണ്ടായിട്ട് പറയല്ല. നമ്മൾ ജനങ്ങളോട് വഅദ് പറയുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയേണ്ടത്, ഉറപ്പുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്, സ്വഹീഹായ സനദുള്ളതാണ് ജനങ്ങളോട് പറയേണ്ടത്. കുറേ വഅദ് പറയുന്ന ആളുകൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കിങ്ങനെ ജനങ്ങളെ ജാഗരം കൊള്ളിക്കണം, ആരും പറയാത്ത കാര്യങ്ങൾ പറയണം, അങ്ങനെ ജനങ്ങൾക്ക് പുതുമയുണ്ടാക്കണം എന്ന ലക്ഷ്യമല്ലാതെ കൃത്യമായ നിലക്ക് സത്യസന്ധമായ നിലക്ക് പറയുന്ന ആളുകൾ വളരെ കുറവാണ്. ഇന്ന് പ്രത്യേകിച്ച് ധാരാളം പ്രഭാഷകന്മാര്, പ്രബോധകന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ അവരിതേപോലെയുള്ള പല കാര്യങ്ങളും ജനങ്ങളോട് പറയും. ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉസ്താദ് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ജനങ്ങൾ ദീനായി കൊണ്ട് നടക്കും. അപ്പൊ അതുകൊണ്ടാണ് ധാരാളം ആളുകൾ ഇല്യാസ് നബി ഹജ്ജിന് വരുമോ, ഖിളിർ നബി ഹജ്ജിന് വരുമോ എന്ന് സാധാരണക്കാർ മനസ്സിലാക്കുകയും ചോദിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മാറ്ററുമായിട്ട് ഈ സന്ദർഭത്തിൽ വരാൻ കാരണം ഇത് തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വ്യാജ ഹദീസാണ്, സ്വഹീഹായ റിപ്പോർട്ടുകളില്ല. ഇത്തരം സംഗതികൾ, നിർമ്മിതമായ വ്യാജ ഹദീസുകളും അതിനോട് ചേർന്ന് വരുന്ന അങ്ങേയറ്റം ദുർബലമായ റിപ്പോർട്ടുകളുമൊന്നും ജനങ്ങളോട് പറയാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഷാഫി മദ്ഹബുകാർക്ക് തന്നെ തള്ളാൻ കഴിയാത്ത, ഷാഫി മദ്ഹബിലെ വളരെ പ്രഗത്ഭനായ ഫഖീഹായ പ്രസിദ്ധ പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ഇലാഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ഗൗരവമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്നമാ യുഹ്മദുൽ വഅദു, ഒരു വഅല്, ഒരു പ്രഭാഷണം, ഒരു ഉപദേശം എപ്പോഴാണ് അത് സ്തുതിക്കപ്പെടുന്നത്? ഇൻ സലിമ അൻ ഹികായത്തിൽ അഹാദീത്തിൽ മൗദൂഅ വനഹ്വിഹ മിമ്മ ഉൽഹിഖ ബിഹാ കൽ അഹാദീത്തിൽ ശദീദത്തിൽ ളഅഫി. അതായത് ഒരു വഅല് അത് പ്രശംസനീയമാണെന്ന് എപ്പോഴാണ് പറയാ? ഇൻ സലിമ, അത് രക്ഷപ്പെടുമ്പോഴാണ്. അൻ ഹികായത്തിൽ അഹാദീത്തിൽ മൗദൂഅ,
നിർമ്മിതമായ വ്യാജ ഹദീസുകൾ ഉദ്ധരിക്കുന്നതിൽ നിന്നും വനഹ്വിഹാ മിമ്മാ ഉൽഹിക ബിഹാ, വ്യാജ ഹദീസുമായി ചേർന്ന് നിൽക്കുന്ന ഹദീസുകൾ, അതൊക്കെ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉദ്ധരിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു വഅല് പ്രശംസനീയമാണെന്ന് പറയാൻ കഴിയില്ല. മനസ്സിലായല്ലോ? കല്ല ഹദീസി ശദീദത്തുൽ അഫി, ഇപ്പൊ സിംസാർ ഉദ്ധരിച്ച പോലെ ഈ അങ്ങേയറ്റം ദുർബലമായ റിപ്പോർട്ടുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചാൽ അത് പ്രശംസനീയമായ വഅലാന്ന് പറയാൻ കഴിയില്ല, അത് സ്തുതിക്കപ്പെടില്ല. മറിച്ച് അത് പ്രശംസിക്കപ്പെടപ്പോഴാണ്. ഇതൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി നല്ല റിപ്പോർട്ടുകൾ മാത്രം ജനങ്ങളോട് പറയുമ്പോഴാണ് അത് സ്തുതിക്കപ്പെട്ട വഅലാകുന്നത്, പ്രശംസനീയമാകുന്നത്. അതേപോലെ തന്നെ കഥ പറയുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് വഇന്നമാ യുഹ്മദുൽ ഖസ്സു, കഥ പറയുമ്പോൾ ആ കഥ എപ്പോഴാണ് പ്രശംസനീയമാകുന്നത്? ഇൻ സലിമ മിൻ ദിക്രിൽ ഖസസിൽ കാദിബതി അലൽ അംബിയാഇ വഅത്ബാഇഹിം വനഹ്വി ദാലിക്, പ്രവാചകന്മാര് അവരുടെ അനുയായികൾ അവരോട് ബന്ധപ്പെട്ട ആളുകളുടെ ഒക്കെ കഥ പറയുമ്പോൾ അതൊക്കെ കളവുകളിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് ഒരു കഥ ശരിക്ക് പ്രശംസിക്കപ്പെടുന്നത്. അതേപോലെ അങ്ങേയറ്റം ദുർബലമായതും വ്യാജ ഹദീസുകളിൽ നിന്നും ഒക്കെ ഒഴിവായ നിലക്ക് വഅല് പറയുമ്പോഴാണ് ആ വഅല് പ്രശംസിക്കപ്പെടുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, യാതൊരു പരിശോധനയില്ലാതെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു കിതാബിൽ കണ്ടാൽ അതങ്ങ് ജനങ്ങളോട് വിളിച്ചു പറയാം. വളരെ ഗൗരവമാണ്. തഫ്സീറിന്റെ വിഷയം പറയുമ്പോഴും മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ, ഇത് മഹാനായ ഇമാം സുയൂത്തിയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം ഒരു കൃത്യമായ അസുൽ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് തഫ്സീറിന്റെ സ്രോതസ്സിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നത് കാണാൻ കഴിയും. എന്തെന്നറിയോ? ലാകിൻ യജിബുൽ ഹദറു മിനൽ ലഈഫ് മിൻഹു വൽ മൗദൂഉ ഫഇന്നഹു കസീർ. അതായത് ധാരാളം തഫ്സീറിന്റെ കിതാബിൽ ധാരാളം ദുർബലമായതും അതേപോലെ വ്യാജ ഹദീസുകളും നിർമ്മിതമായതൊക്കെ ഉണ്ട്. അതൊക്കെ ഉദ്ധരിക്കുന്നതിൽ നിന്ന് പ്രബോധകന്മാർ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ജാഗ്രത പുലർത്തണം, നിർബന്ധമാണത് എന്നാണ് ഇമാം സുയൂത്തി റഹ്മഹുല്ല പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലയുടെ ഒരു വാചകം ഉദ്ധരിക്കുന്നുണ്ട്. വലിഹാദ ഖാല അഹ്മദ്, ഇമാം അഹ്മദ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സലാസത്തു കുത്തുബില്ല അസ്സുലഹ, 3 ഗ്രന്ഥങ്ങൾ, 3 തരം ഗ്രന്ഥങ്ങൾ, അതിനൊരു അടിസ്ഥാനമില്ല. ഏതാണത്? അൽ മഗാസി വൽ മലാഹിമു വത് തഫ്സീർ. അതായത് ചരിത്ര കാര്യങ്ങൾ, ചരിത്ര സംഭവങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ, യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ, ഇതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്ന് ഇമാം അഹ്മദ് റഹ്മഹുല്ല പറഞ്ഞു. അദ്ദേഹത്തിന്റെ മദ്ഹബിൽ, അദ്ദേഹത്തിന്റെ അനുയായികളിൽ അഗ്രേസരായ പണ്ഡിതന്മാർ, ഖാലൽ മുഹഖിഖൂന മിൻ അസ്ഹാബിഹി, അദ്ദേഹത്തിന്റെ അനുയായികളിൽപ്പെട്ട വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിന്റെ വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ട്. മുറാദുഹു, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ഉദ്ദേശിച്ചത് എന്താണ്? അന്നൽ ഗാലിബ അന്നഹു ലൈസ ലഹ അസാനീദുൻ സിഹാഹുൻ മുത്തസില. അതായത് ഈ ഗ്രന്ഥങ്ങളൊക്കെ, ഇപ്പൊ തഫ്സീറിന്റെ ഗ്രന്ഥമാണെങ്കിലും ചരിത്ര സംഭവങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിലാണെങ്കിലും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിലാണെങ്കിലും ധാരാളം സംഭവങ്ങൾ ലൈസ ലഹ അസാനീദുൻ സിഹാഹുൻ മുത്തസില, പരസ്പരം ചേർക്കപ്പെടുന്ന സ്വഹീഹായ സനദില്ലാത്തതാണ് അധിക സംഭവങ്ങളും എന്നതാണ് മഹാനവറുകൾ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയുമ്പോൾ, തഫ്സീർ ചെയ്യുമ്പോൾ, അതേപോലെ വഅല് പറയുമ്പോൾ, കഥ പറയുമ്പോൾ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്. സിംസാറുൽ ഹഖ് ഹുദവി ഉദ്ധരിച്ച ഈ സംഭവം വ്യാജ ഹദീസുകളിലാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻകറാന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങേയറ്റം ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു അടിസ്ഥാനവുമില്ല. ഷാഫിഈ മദ്ഹബുകാർക്ക് തള്ളാൻ കഴിയാത്ത ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെയാണ് ഞാൻ തെളിവുദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.